ആലപ്പുഴ ഹരിപ്പാട് ശീതളപാനീയക്കട അനധികൃതമായി പൊളിച്ചു നീക്കി ടെക്സ്റ്റൈൽ ഉടമയുടെ ഗുണ്ടായിസം പാർക്കിംഗിന് തടസ്സം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് ഒറ്റ രാത്രി കൊണ്ടാണ് ഹരിപ്പാട് സ്വദേശി അശോക് കുമാറിന്റെ കട തകർത്തത്. വാർത്തയായതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കട പുനർനിർമ്മിച്ചു നൽകാമെന്ന് ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ രാജേന്ദ്രൻ പിള്ള ഉറപ്പു നൽകി. ശ്രീവത്സം ഉടമയെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. ശ്രീവത്സം ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടെക്സ്റ്റൈൽസിന് പാർക്കിംഗ് ലഭിക്കാൻ തടസ്സമായിരുന്ന കടമുറിയാണ് ഉടമ പോലും അറിയാതെ ഒറ്റ രാത്രിയിൽ പൊളിച്ചു നീക്കിയത്. ഇതോടെ ജീവിതം തന്നെ തകർന്ന അവസ്ഥയിലായി അശോകൻ. കട ഉടമ വിവരം നാട്ടുകാരോട് പറഞ്ഞതോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശ്രീവത്സം ടെക്സ്റ്റൈൽസിനെതിരെ പൊതുജന വികാരം ശക്തമായി. തുറുപ്പുകുല സിനിമയിലെ ഒരു കഥാപാത്രം ഇതുണ്ടല്ലോ, മുമ്പിലെ തട്ടുകട, അതെ, അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചു എന്നായിരുന്നു ടെക്സ്റ്റൈൽ ഉടമയുടെ വാദം. എന്നാൽ കട പൊളിക്കാൻ ഒരു നോട്ടീസും നൽകിയിട്ടില്ലെന്ന് ശ്രീവത്സം കടയ്ക്കെതിരെ ഹരിപ്പാട് നഗരസഭ വൈസ് ചെയർമാനും രംഗത്തെത്തി. നമ്മുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ കൗൺസിലിന് ഒരു അംഗീകാരം കൂടി ഇല്ലാതെ ഒരു സ്ഥാപനം പൊളിക്കാൻ പോകുന്ന പറഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമായ സംഗതിയാണ്. തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹരിപ്പാട് ശ്രീവത്സം ടെക്സ്റ്റൈൽസ് തുറക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട്. അശോകന്റെ പരാതിയിൽ ശ്രീവത്സം സിൽക്സ് ഉടമ രാജേന്ദ്രൻ പിള്ളയെ ഒന്നാം പ്രതിയാക്കി ഹരിപ്പാട് പോലീസ് കേസെടുത്തു. കട പൊളിച്ചപ്പോൾ നഗരസഭയിലെ കൈവരി തകർന്നു എന്ന കേസിൽ കട പൊളിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ചെറായി ഷാജിക്കെതിരെയും PDPP ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. പൊളിച്ച കടയ്ക്ക് പുറമെ താൽക്കാലിക സംവിധാനം ഇന്നൊരുക്കും. സ്ഥിരം സംവിധാനം ഉടനെ നിർമ്മിച്ചു നൽകും. ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് ശ്രീവത്സം ഗ്രൂപ്പ് ഉറപ്പു നൽകി. തനിക്ക് നീതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് അശോകൻ. ക്യാമറമാൻ S. അജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിബാൽ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.